മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ബാത ത്വാഹിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖുദു സഅതം മിൻ ലൈൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ, ഇന്നെല്ലാവരും വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, സർവ്വ ജോലികളും കഴിഞ്ഞു, ഉറങ്ങാൻ വരുമ്പോ നീ ഒളുവെടുത്തിട്ട് വാ, നീ ഒളുവെടുത്തിട്ട് വന്ന് കിടന്നുറങ്ങ്, നീ ഒളുവെടുത്തിട്ട് വന്ന് കിടന്നുറങ്ങ്. നീ കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് കടന്നു വരികയാണ്, നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് കടന്നു വരികയാണ്. നീ ഉറങ്ങുമ്പോൾ ആ മലക്ക് ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഗുഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. നീ പുറത്തു കൊടുക്ക് തമ്പുരാന്, നീ കരുണ കാണിക്ക് തമ്പുരാന്, ഇവന് കൂലി കൊടുക്ക് തമ്പുരാന്. നീ ഉറക്കത്തിൽ നിന്ന് സുബഹിക്ക് എഴുന്നേക്കുന്നത് വരെ ആ മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒളുവില്ലാതെ ഉറങ്ങല്ലേ, ഒളുവില്ലാതെ ഉറങ്ങല്ലേ. ഉറക്കമെന്ന് പറയുന്നത് മരണമാ, ഉറക്കമെന്ന് പറയുന്നത് മരണമാ. ഒരാൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്. എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. പടച്ചവനെ, മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള അവകാശം തന്നല്ലോ, അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനാണ് അൽഹംദുലില്ലാ പറയുന്നത്. അതുകൊണ്ട് ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്, ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒളുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ, ഒളുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇനി ആ ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന സമയത്തെങ്ങാണം നീ മരിച്ചു പോയാൽ നീ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ. മരിക്കുമ്പോ ഒളുവോടുകൂടി മരിക്കണേ, മരിക്കുമ്പോ ഒളുവോടുകൂടി മരിക്കണേ. ഒളുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം കേൾക്കണോ. ഒളുവോടു കൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. അള്ളാഹുവിന്റെ റസൂലിന് വഹീമായിട്ട് കടന്നു വന്ന ജിബിരിലിനെ കാണണോ, ജിബിരിലിനെ കാണണോ. ഒളുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് നീ മരിക്കുന്നതെങ്കിൽ ജിബിരിൽ അലൈഹിസ്സലാമിനെ കാണാവാ. അതിനല്ലേ മരണമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വന്നപ്പോ റസൂലുള്ള ചോദിച്ചില്ലേ, എന്റെ ജിബ്രീൽ എവിടെ, എന്റെ ജിബ്രീൽ എവിടെ? അള്ളാന്റെ റസൂല് പോലും കാണണമെന്ന് ആഗ്രഹിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒളുവില്ലാതെ ഉറങ്ങല്ലേ. അത് മുറിയുകയോ മുറിയാതിരിക്കുകയോ അത് നിന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഒളുവെടുത്തിട്ട് വേണം കിടക്കാൻ, ഒളുവെടുത്തിട്ട് വേണം കിടക്കാൻ, ഒളുവോടുകൂടി വേണം ഉറങ്ങാൻ, ഒളുവോടുകൂടി വേണം മരിക്കാൻ. അല്ലാഹുവേ, ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് ഒന്നാമതായിട്ടുള്ള പ്രതിഫലം എന്താ? മലക്കിന്റെ ദുആ വേണോ? തൗബ ചെയ്ത മലക്കിന്റെ ദുആ കിട്ടും. ഇമാം ആമീൻ പറയുമ്പോ നീയും കൂടെ ആമീൻ പറയ്. അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആ കിട്ടുകയാണ്. 3, നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരില്ലാത്തപ്പോ, കുടുംബക്കാരില്ലാത്തപ്പോ നീ അല്ലാഹുവിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യ്, മലക്കിന്റെ ദുആ കിട്ടുകയാണ്. 4, ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറ, മലക്കിന്റെ ദുആ കിട്ടുകയാണ്. 5, നിസ്കാരപ്പായിലിരിക്കെ എഴുന്നേറ്റ് ഓടല്ലേ, അള്ളാന്റെ മലക്കിന്റെ ദുആ കിട്ടുകയാണ്. 6, പടച്ചവനെ ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങ്, മലക്കിന്റെ ദുആ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 7ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവൻ
പടച്ചവനെ പള്ളിയുടെ പണി നടക്കാൻ പോകുകയാണ്. 10 ലക്ഷവും 7 ലക്ഷവും 5 ലക്ഷവും 50,000-ഉം 25,000-ഉം കയ്യിൽ കടന്ന സ്വർണം വരെ ഊരിക്കൊടുത്തവരുണ്ടല്ലോ. അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ചവനെ കൊടുക്കാതിരിക്കരുത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഈ പള്ളി പണിയുന്നതിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും 5 നയാ പൈസ കൊടുത്താ നിനക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ തേടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവെ, ഇന്ന് ബക്കറ്റ് വന്നപ്പോൾ ഇട്ടില്ല നിങ്ങളൊക്കെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ നാട്ടിലെ ചില വീടുകൾ തേടിയിട്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സദക്ക ചോദിക്കുമ്പോൾ കൊടുക്കാൻ മടിയാ. സദക്ക ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ സഹോദര, സമാധാനമുണ്ടോ നിനക്ക്? സമാധാനമുണ്ടോ? ഇന്ന് ലോകത്തില്ലാത്തത് സമാധാനമാണ്. വലിയ 2 നില വീട് പണിതിട്ടുണ്ട്, ഒന്നുമില്ല, സമാധാനമില്ല. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന. ഖുർആൻ പറഞ്ഞു സമാധാനം കിട്ടും വീട്ടിൽ പോയാ. നിന്റെ വീട്ടിലുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പെണ്ണുങ്ങൾ, ചെറുപ്പക്കാർ ചോദിക്കും, എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടുന്നേ? എടാ, പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉണ്ടോ? സമാധാനം ഉണ്ടോ? അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പറ, ഉറക്ക പറഞ്ഞോ. 2 ദിവസം മുമ്പാണ് 1.5 വയസ്സുള്ള കുഞ്ഞിനെ ബക്കറ്റി മുക്കിക്കൊന്ന കഥ വായിച്ചത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യമാരെ സ്വർഗത്തിലും അള്ളാഹു ഭാര്യമാരാക്കി തരുമാറാകട്ടെ. വേണോ? ഇവിടുത്തെ പെണ്ണിന്, ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. സ്റ്റേജിൽ ഇരിക്കണ ഉസ്താദന്മാരൊക്കെ പെണ്ണ് കെട്ടിയവരാ. വാഴ്ത് ലൈവാണ്. പെണ്ണും പിള്ളമാരെങ്ങാനും കാണുന്നുണ്ടെങ്കിൽ ഇന്ന് പതർയുദ്ധം നടക്കും. ഈ ഇരിക്കണതിൽ അധികം പേരും കൈവക്കിയില്ല. എന്തെന്നറിയോ? ഇവള് സ്വർഗത്തിലുണ്ടോ? അല്ല, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിലും ഉണ്ടോ എന്ന് ആലോചിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. സാധുക്കളാണ്, പാവങ്ങളാ, സാധുക്കളാ. എന്തുകൊണ്ടോ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടുമെന്ന്. നമ്മൾ എന്താ പറയുക? എന്നിവളെ കെട്ടിയ അന്നത്തോടുകൂടിയ സാധനം പോയെന്ന് പറയാ. പെണ്ണ് കെട്ടിയ അന്നാണ് നമ്മുടെ സമാധാനം. എന്ത്? ഖുർആൻ പറഞ്ഞത് ഒരിക്കലും തെറ്റാവൂലല്ലോ. എന്തുകൊണ്ടെന്നറിയോ? പെണ്ണിനെ പഠിച്ചാൽ മതി, സമാധാനമുണ്ട്. പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. പാവങ്ങളൊന്നും പറയരുത്. പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. ആ സ്വഭാവം അങ്ങനെ. കല്യാണം കഴിക്കുന്ന ഏതൊരു ആണിൻ്റെയും ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. ഇല്ലേ? കല്യാണം കഴിക്കുന്ന ഓരോ ആണിൻ്റെയും ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. കിയാമത്ത് നാൾ വരെ ഒരു പെണ്ണും അവിടെ കയറി നിൽക്കത്തില്ല. ആദ്യം നീ അത് പഠിക്കുക. ഇവിടെ ലോകത്ത് ഒരു ഭർത്താവിനും തൻ്റെ ഭാര്യ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല. നീ വെറുതെ വരച്ചോണ്ട് നിനക്ക് കയറി നിൽക്കാനേ പറ്റൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആദ്യം അറിയേണ്ടതാ. കാരണം അള്ളാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്ന വളഞ്ഞ എല്ലിൽ നിന്ന് ഒരുപാട് വളച്ചാലും ഒടിയും, ഒരുപാട് നൂത്താലും പോയി. വളയ്ക്കാൻ വേണ്ട, ഒടിക്കാൻ വേണ്ട, കൊണ്ടുപോയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിന്റെ ഒരു ഗുണം ഞാൻ പറയാം. ആയിഷ ബീവി റളിയല്ലാഹു തആല ഒരിക്കൽ യുദ്ധം കഴിഞ്ഞിട്ട് നബി വീട്ടിൽ കയറി വരികയാ. യുദ്ധം കഴിഞ്ഞിട്ട് വരിക. ഒരു വലിയ യുദ്ധം കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? നിങ്ങൾ മാനന്തവാടിയിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒരു ആവശ്യത്തിന് വേണ്ടി രാവിലെ മുതൽ ഉച്ച വരെ പോയി വായി നോക്കി നിന്ന് വെയിൽ കൊണ്ട് അവസാനം കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് ചൂട് സഹിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ നിന്റെ ഭാര്യ നിന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാന്ന് ചോദിച്ചാ ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ ആ പാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നെയാ ഇഷ്ടം. ആയിഷ ബീവി മാറി വീടിനകത്ത് കയറി ഒറ്റപ്പിടി പുറകിന്ന്. രണ്ടാമത്തെ ചോദ്യം, ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ഇതാണ് ആണുങ്ങൾ അറിയേണ്ടത്.
ഇതാണ് ഭർത്താക്കന്മാർ അറിയേണ്ടത്. ഇറച്ചിക്കോഴിയെ പോലെ നടന്നാൽ പോരാ, ഭാര്യ ആരാണെന്ന് പഠിച്ചോ. ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ പറ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കറിനെയാ ആയിഷ ബീവി കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുത്തു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ പെണ്ണ്, അവൾക്ക് അവളുടെ വാപ്പ, അവളുടെ ഉമ്മ, അവളുടെ വീട്. അതന്നെ അത് മനസ്സിലാക്കണം. നിന്റെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് പോകണം, എന്തെങ്കിലും ഒരു ചടങ്ങിന് പോകണം, വിളിച്ചാ ഓൾ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും. എന്നാൽ അവളുടെ വീട്ടിൽ ആരുടെങ്കിലും കല്യാണത്തിന് 5 ദിവസം മുമ്പ് ഇവള് റെഡിയാകും. അതാണ് പെണ്ണ്. പഠിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ കാര്യം? ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? പെണ്ണെന്ന് പറഞ്ഞ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ മലക്കളൊന്നും അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറച്ചിക്കറിയുമായി വീട്ടിൽ കയറി ചെന്നപ്പോ എടുത്തൊരൊറ്റ എറിഞ്ഞൊക്കെ പൊട്ടിച്ചു ആയിഷ ബീവി. ആയിഷ ബീവി റളിയല്ലാഹു തആല പാത്രം വരെ എറിഞ്ഞു പൊട്ടിച്ചു. മുത്തി നബി പോയി പറക്കിയെടുത്തു. വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അവരുടെ വീട്ടിലും വഴക്കും ബഹളവും ഉണ്ടോ? ചട്ടിയും കലവുമാണെങ്കിൽ തട്ടിയും മുട്ടിയും കിടക്കും. പിണക്കവും സ്നേഹവും ഉണ്ടാകുമ്പോഴാണ് ആ ജീവിതം സന്തോഷത്തിലാകുന്നത്. പക്ഷെ പിണക്കം എത്ര ദിവസത്തിൽ കൂടുതൽ പോകരുത്? 3 ദിവസത്തിലപ്പുറത്തേക്ക് പോകരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളങ്ങനെയല്ലല്ലോ, നമ്മളങ്ങനൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ പിണങ്ങി. ആയിഷ ബീവിയും നബിയും തമ്മിൽ പിണങ്ങി. ഇത്തിരി നീണ്ടുപോയി പിണക്കം. അപ്പൊ മധ്യസ്ഥനായിട്ട് അബൂബക്കർ തങ്ങൾ വന്നു. നബിയുടെ കൂട്ടുകാരനുമാണ്, ആയിഷ ബീവിയുടെ വാപ്പയുമാണ്. മധ്യസ്ഥനായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞോ. പഠിക്കണം, ഭർത്താക്കന്മാര് പഠിക്കണം. നബി എന്താ പറഞ്ഞേ? ആയിഷ നിനക്ക് എന്താന്ന് വെച്ചാ നീ പറഞ്ഞോളാൻ. നമ്മൾ എന്തു പറയും? കെട്ടിയവന്റെ വീട്ടുകാർ പറയും, പെണ്ണുമ്പിള്ള വീട്ടുകാർ കേൾക്കണം. നമ്മളാ വലിയ ആൾക്കാർ. എങ്കിൽ നബി നേരെ തിരിച്ചു, ആയിഷ നീ പറ, നിനക്ക് എന്താ പറയാനുള്ളത് പറ. അപ്പൊ ആയിഷ ബീവി പറയാൻ തുടങ്ങി. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു. അങ്ങനാണല്ലോ, വാപ്പയല്ലേ മുന്നിരിക്കണേ. നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയില്ലേ? ഇത്തിരി സ്വാതന്ത്ര്യമാകുമ്പോൾ ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വാക്ക് ഇങ്ങനെ നബിയെ പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് പറഞ്ഞു. അബൂബക്കർ തങ്ങൾക്ക് സഹിച്ചില്ല, എഴുന്നേറ്റിട്ട് കൊടുത്തു ആയിഷയുടെ മുഖത്തിറങ്ങും. ആയിഷ ബീവിയെ തല്ലി. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മധ്യസ്ഥ പറയാൻ വന്ന വാപ്പ ആയിഷ ബീവിയെ തല്ലി. ആയിഷ ബീവി കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിണങ്ങിയിരിക്കുക, ദിവസങ്ങളായി മിണ്ടുന്നില്ല. ആയിഷ ബീവി കരയുന്നത് കണ്ടപ്പോ എഴുന്നേറ്റ് വന്നിട്ട് ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാൻ വന്നാ മധ്യസ്ഥ പറയണം, എന്റെ പെണ്ണുമ്പിള്ളയെ തല്ലാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? അബൂബക്കർ തങ്ങൾ കുടുങ്ങി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഭാര്യ കരഞ്ഞാ തീരണം വാശിയും വൈരാഗ്യവും. അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഈ ഇരിക്കണ ഭർത്താക്കന്മാര് വീട്ടിൽ കയറി ചെന്നാൽ ഒറ്റയ്ക്ക് വിളിച്ചിട്ട്, ഉസ്താദെ എന്താ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പറയൂ, ഉസ്താദ് എൻ്റെ ഭാര്യ നന്നാകാൻ ദുആ ചെയ്യണം. ഈ ചിരിക്കണ താത്താന്മാരോട് ചോദിച്ചാൽ പറയും, എൻ്റെ ഭർത്താവ് നന്നാകാൻ ദുആ ചെയ്യണം. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പെണ്ണിൻ്റെ കണ്ണീര് അടച്ചാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ചെറിയൊരു പെൺകുട്ടി എൻ്റെ അടുക്കൊരു പരാതി പറഞ്ഞു. അള്ളാഹു ആ പൊന്നുമോൾക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കണ്ടിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരിക. ഞാനിപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു പെൺകുട്ടിയെ കണ്ടു. പടച്ചവനെ, സ്വാലിഹത്തായ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ആ പൊന്നുമോളെ പോലൊരു പെണ്ണിനെ നമുക്ക് അള്ളാഹു തരണം. അങ്ങനത്തെ നല്ലൊരു കുട്ടി അള്ളാഹു എത്തീമ, അള്ളാഹു അതിന് സമാധാനം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പള്ളി പണിയുന്നതിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും 5 നയാ പൈസ കൊടുത്താൽ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം സന്തോഷമുള്ള ജീവിതം തരും. നിന്റെ ഭാര്യയുടെ ദുസ്വഭാവങ്ങൾ മുഴുവനും മാറ്റും. നിന്റെ ദുസ്വഭാവങ്ങൾ മുഴുവനും മാറ്റും. നിങ്ങൾ പരസ്പരം തമ്മിലുള്ള സ്നേഹബന്ധം അടുപ്പിച്ച് പരസ്പരം സന്തോഷത്തോടെയുള്ള ജീവിതം അള്ളാഹു നൽകും. വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മക്കൾ അള്ളാഹു തരും. മരിച്ചാ എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല മക്കൾ അള്ളാഹു നമുക്ക് തരും. നമ്മുടെ പൊന്നുമക്കൾ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കടോ, നമ്മുടെ വീട്ടിൽ മക്കളില്ലേ? നമ്മുടെ വീട്ടിൽ മക്കളില്ലേ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, പടച്ചോനെ നമ്മുടെ വീട്ടിൽ മക്കളുണ്ട്. നമ്മുടെ മക്കൾ ആരെന്നറിയോ? നിങ്ങൾ ചിന്തിക്കണ്ട വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. നീ മരിച്ച ആര് കുളിപ്പിക്കുമെന്ന് ചിന്തിക്കുക. ഈ കൈപൊക്കാത്തവരോട് ഞാൻ ചോദിക്കുന്നത്, നിനക്ക് കുളിപ്പിക്കാൻ അറിയില്ല, നീ മരിച്ച നിന്റെ മക്കൾക്കും കുളിപ്പിക്കാൻ അറിയില്ല. അതിന് നാട്ടുകാർ വേണം.
നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം, പിന്നെന്തിനാ ഒരെണ്ണത്തിനെ വീട്ടിൽ നിർത്തിയിരിക്കണേ? കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ടല്ലോ ഒരെണ്ണം, പ്രയോജനമില്ല. എടോ, മയ്യത്ത് പള്ളി കൊണ്ടുവരും, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞു പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവെക്കും. ഖതീബ് എല്ലാവരും കടന്നു വരുന്നത് വരെ പ്രസംഗിക്കും. എന്നിട്ട് അവസാനം ഉസ്താദ് പറയും, ഈ കിടക്കുന്ന മനുഷ്യൻ ആർക്കെങ്കിലും 5 നയാ പൈസ തരാനുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. എന്താ, ഉസ്താദിന്റെ വാപ്പയാ കിടക്കണേ? അല്ലല്ലോ. ഉസ്താദിന്റെ വാപ്പയല്ലല്ലോ കിടക്കണം, ഉസ്താദിന്റെ ഉമ്മയല്ലല്ലോ. സത്യത്തിൽ ആരാ പറയേണ്ടത്? മക്കള് പറയണം, ഇതെന്റെ വാപ്പയാ, ആർക്കെങ്കിലും 5 നയാ പൈസ തരാനുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടണം. പേടിയാ നമുക്ക്, കാരണം വന്നാ കൊടുക്കണമല്ലോ. അത് ഉസ്താദിനെ ഏൽപ്പിച്ചേക്കും. ചിരിക്കാൻ പറഞ്ഞതല്ല, ചിന്തിക്കാൻ പറഞ്ഞതാ. എന്റെ സഹോദര, സത്യത്തിൽ നമ്മളല്ലേ പറയേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാ പറയേണ്ടത്, പറയൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിപ്പറമ്പിൽ ഉപ്പാടെ കബററിയുന്ന എത്ര മക്കളുണ്ട്, ഉമ്മയുടെ കബററിയുന്ന എത്ര മക്കളുണ്ട്. പള്ളിപ്പറമ്പിലാണെന്നറിയാം, എവിടെയാണെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും 5 നയാ പൈസ കൊടുത്താൽ അള്ളാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം നല്ല മക്കൾ അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട് കാണാൻ ഇന്നും മലക്ക് വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി പടച്ചവനെ, നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നൊരൽപ്പം നിങ്ങൾ കൊടുക്കണേ. ഇന്നിവിടെ ഇരുന്നു കൊണ്ടൊരു മനുഷ്യനും പൈസ തരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മനസ്സിലൊരു ഇൻഷാ അല്ലാ വെച്ചോ, ഒരു നിയ്യത്തെങ്കിലും ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് പിരിയാൻ. ശരീരത്ത് സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ മജ്‌ലിസിലില്ലല്ലോ. പെങ്ങളെ, പ്രതിഫലം കേൾക്ക്. പടച്ചവനെ, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കണ്ണുനീര് കുടിക്കുന്ന പെങ്ങള്, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മു സുലൈം എന്ന് പറയുന്ന ഒരു പെണ്ണ് തന്റെ വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ എന്തിനെന്നറിയുമോ? ഭർത്താവിനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്, മുത്തുനബിയുടെ മുന്നിലേക്ക് വാപ്പയും മകനും, ഭർത്താവും മകനും കൂടെ പോയതാണ്. നിസ്കരിക്കാൻ പോയ ഭർത്താവിനെയും മകനെയും കാണാതെ വന്നപ്പോ ഉമ്മു സുലൈം വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞു. ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വലിയ സന്തോഷമായി, ഭർത്താവും മകനും വരുന്നുണ്ടല്ലോ. വീടിനടുത്തേക്ക് നടന്നു വരുമ്പോ പടച്ചവനെ, മൂന്നാമതൊരു മനുഷ്യനെ കാണുകയാ. പടച്ചവനെ, ഉമ്മു സുലൈമിനോട് സലാം പറഞ്ഞു വീടിന്റെ അകത്ത് കയറി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മു സുലൈം ചോദിച്ചു, ആരാ കൂടെ ഒരു പ്രായമുള്ള മനുഷ്യന്, ആരാ പ്രായമുള്ള ഒരാള് നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ? അവിടെന്ന് പറഞ്ഞു, പെണ്ണെ, ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാ ഒരു പാവപ്പെട്ടവനുണ്ട് ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കാൻ നബിയെ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചു കൊണ്ടുവന്നതാണ്. പടച്ചവനെ, ഉമ്മു സുലൈം ചോദിക്കുകയാണ്, ഈ ഇരിക്കുന്ന ഭക്ഷണമല്ലാതെ ഈ വീടിന്റെ അകത്ത് വേറെയില്ല. നമ്മുടെ മോന് വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇന്ന് നമ്മൾ രണ്ടുപേരും കഴിക്കാതെ വെച്ചാൽ മാത്രമേ അവൻ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. പിന്നെ എങ്ങനാ ഈ മനുഷ്യന് കൊടുക്കുന്നത്? കൊടുക്കാൻ ഭക്ഷണമില്ല. അബൂ തൽഹയും ഉമ്മു സുലൈമും കരയുകയാണ്. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കാനില്ലാതെ വന്നപ്പോ രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ അടുക്കളയിലിരുന്ന് കരയുകയാണ്. അനസിന് 11 വയസ്സാണ്. 11 വയസ്സുള്ള അനസ് ഓടി വരികയാ. വാപ്പയും ഉമ്മയും കരയുകയാണ്. എന്തേ ഉമ്മ? അബൂ തൽഹ തങ്ങളോട് ഉമ്മു സുലൈം തവടന്ന് പറഞ്ഞു, അനസേ മോനെ, ഉപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല. എൻ്റെ മോന് തിന്നാനുള്ളതേ ഉള്ളൂ. 3 പേരും അടുക്കളയിലിരിക്കുകയാണ്. അപ്പോഴാണ് സ്വാലിഹത്തായ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാം. ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കണം. 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത നിനക്ക് അള്ളാഹു 5 സെന്റ് തന്നു.
പൈസ ഇല്ലാത്ത നീ എങ്ങനെയെങ്കിലും ഹലാലായ പണം കൊണ്ട് തറകെട്ടി. അത് കഴിഞ്ഞപ്പോ പൈസ ഇല്ല. പിന്നെ പടച്ചവരെ ഇത്തിരി പൈസ ഉണ്ടാക്കിയിട്ട് അത് വാർത്തു. അൽഹംദുലില്ലാ. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇക്കാ ഇതൊന്ന് ശരിയാക്കിത്താ. മോളെ പൈസ ഇല്ല, ലോൺ എടുക്കുക, പലിശക്കെടുക്കുക, പഠിക്കണം. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ലാതെ വന്നപ്പോ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്തേ മോളെ, എന്തേ ഉമ്മു സുലൈം, ഈ ഇരിക്കുന്ന ഭക്ഷണം ഒരു പാത്രത്തിനകത്തെടുത്ത് വെക്ക്. എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ കഴിക്കാനിരിക്കണം. ഒരു പാത്രത്തിൽ ഭക്ഷണം വെച്ച് നിങ്ങൾ 3 പേരും കൂടെ കഴിക്കാനിരിക്കണം. 3 പേരും ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് പാത്രത്തിൽ കൈയിടുമ്പോ ആ 11 വയസ്സുകാരനോട് ഉമ്മ പറഞ്ഞു കൊടുത്തു, മോൻ വിളക്ക് തട്ടി അണയ്ക്കണം. എൻ്റെ മോൻ എന്ത് ചെയ്യണം? വിളക്ക് തട്ടി അണച്ച് കളയണം. വാരി തിന്നരുത്, അഭിനയിച്ചാ മതി. ഉമ്മ മകനോട് പറയുകയാ, മോൻ വിളക്കണച്ചിട്ട് തിന്നാതെ ഇങ്ങനെ തിന്നണത് പോലെ അഭിനയിച്ചാ മതി. ആ പാപം തിന്നട്ടെ മോനെ. അനസ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും ഇരുന്നു. ഭക്ഷണ പാത്രത്തിലേക്ക് കൈവച്ചിട്ട് അനസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ മുഖത്ത് നോക്കി. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അനസ്. വയറ് നിറച്ചു വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. പക്ഷെ ഉമ്മ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. വിളക്ക് തട്ടി അണച്ചു, എന്നിട്ട് അഭിനയിച്ചു. ആ മനുഷ്യൻ ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു. ആ പാവപ്പെട്ടവൻ ഒന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാ, ദുആ ചെയ്ത് എഴുന്നേറ്റ് പോയി. ഈ 3 പേരും അന്ന് രാത്രി പട്ടിണി കിടന്നു. ആ വാപ്പയും ആ ഉമ്മയും ആ മകനും പരസ്പരം ഒന്നും പറയാതെ, കുറ്റപ്പെടുത്താതെ, മിണ്ടാതെ കിടന്നു. രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് ഭാര്യയെ വിളിച്ചു, എഴുന്നേക്ക്, നിസ്കരിക്കാൻ സമയമായി. മോനെ വിളിച്ചുണർത്ത്. അത് വാപ്പ, അതാണ് വാപ്പ. താൻ രാവിലെ എഴുന്നേറ്റിട്ട് ഭാര്യയെ വിളിച്ചുണർത്തി. എന്നിട്ട് മകനെ വിളിച്ചുണർത്താൻ പറഞ്ഞു. അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉപ്പാ വയ്യുപ്പ, വിശപ്പാ ഉപ്പ, നടക്കാൻ പറ്റണില്ലുപ്പ. മോൻ എൻ്റെ ചുമലി കയറി ഞാൻ കൊണ്ടുപോകാൻ പള്ളിയിൽ. എന്നായാലും നിസ്കാരം മുടക്കരുത്, എന്നാലും നീ നിസ്കാരം മുടക്കരുത്. തൻ്റെ മകനെ ചുമലിലെത്തിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയി. സുബഹി നിസ്കാരം കഴിഞ്ഞു. സലാം വീട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബൂ തൽഹ എവിടെ? ഞാനിവിടെ ഉണ്ട് നബിയെ. അടുത്തേക്ക് വിളിച്ചു. ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്ന് അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നബിയെ? എൻ്റെ വീടിൻ്റെ അകത്ത് ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? നബിതങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ഖുർആനിൽ ഇന്നലെ ആയത്തിറങ്ങി. ഓതി നോക്ക്, മുതഅല്ലിങ്ങളോട് ചോദിക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറയുന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഖുർആനിൽ ആയത്തിറങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ, അബൂ തൽഹ, ഇന്നലെ സുബഹി വരെ മലക്കുകളുടെ തിരക്കായിരുന്നു. നീയും നിന്റെ ഭാര്യയും നിങ്ങളുടെ വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുമ്പോ അത് കാണാൻ ആകാശത്ത് നിന്നും മലക്കിറങ്ങി വന്നെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹി വരെ നിങ്ങളുടെ വീട് കാണാൻ വേണ്ടി മലക്കുകളുടെ ഒഴുക്കായിരുന്നു. അല്ലാഹു ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ മലക്കുകളുടെ ആമീനുമായിട്ട് പെടുന്ന ഒത്തുവന്നാൽ അല്ലാഹുവേ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളുടെ ആമീൻ കിട്ടാൻ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടാൻ ഉമ്മു ദർദാ റളിയല്ലാഹു തആല അൻഹു വഹദിയബടന്ന് പറയുകയാണ്, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ദആ ലിഅഖീഹി ബിളഹിരിൽ ഗൈബി ഖാല അൽ മലകു അൽ മുതവക്കിലു ബിഹി ആമീൻ.
മുഅ്മിനീൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ മനുഷ്യൻ നിന്റെ സഹോദരന് വേണ്ടി, നിന്റെ സഹോദരൻ നിന്റെ കൂട്ടത്തിൽ ഇല്ലാത്ത സമയത്ത് ആരാണോ അവന് വേണ്ടി ദുആ ചെയ്യുന്നത് അവന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ നന്മ, നിന്റെ കൂട്ടുകാരൻ നിന്റെ കൂടെയുള്ളപ്പോൾ ഞാൻ നമ്മൾ ദുആ ചെയ്യും. ഇപ്പൊ ഇരിക്കണ ഉസ്താദന്മാര് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും. ഇല്ലെങ്കിലോ? എടോ, നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ നമ്മളൊക്കെ ദുആ ചെയ്യും, ഇല്ലാത്തപ്പോ ദുആ ചെയ്യൂല. എടാ, അവൻ കേൾത്ത് നീ അവന് വേണ്ടി ദുആ ചെയ്യും. അവൻ നിന്റെ കൂടെ ഇല്ലാത്ത സമയത്ത് നീ ദുആ ചെയ്യും. ദുആ ചെയ്താൽ നിനക്ക് മലക്കിന്റെ ദുആ കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാ, ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരാ, ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരാ. നിങ്ങൾ ആരെങ്കിലും ഈ ദുആ ചെയ്താൽ 170 കോടി നന്മ അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഞാൻ പറയുന്ന ഈ ദുആ ഉണ്ടല്ലോ, ഞാൻ പറയുന്ന ഈ ദുആ ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ എത്ര മുസ്ലിമീങ്ങളുണ്ടോ ഓരോ മുസ്ലിമിന്റെ എണ്ണം അനുസരിച്ചിട്ട് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇന്ന് ലോകത്ത് 170 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഏകദേശ കണക്കനുസരിച്ച് 170ഓളം കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 170 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? 170 കോടി നന്മ ഈ നിമിഷം നിനക്ക് കിട്ടും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ചെയ്യുവോ? ഇപ്പൊ മലക്കുകളുടെ ദുആ കിട്ടണമെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്താ? നീ ദുആ ചെയ്യുമ്പോൾ നിന്റെ അയൽവാസിക്ക് ദുആ ചെയ്യണം. നീ ദുആ ചെയ്യുന്ന സമയം നിന്റെ അയൽവാസിക്ക് ദുആ ചെയ്യണം, നിന്റെ നാട്ടുകാർക്ക് ദുആ ചെയ്യണം, നിന്റെ കുടുംബക്കാർക്ക് ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുവോ? നമ്മൾ ചെയ്യുവോ? എടാ, നീ ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ എനിക്ക് സമ്പത്ത് തരണേ അല്ലാ, എന്റെ അയൽവാസിക്കും കൊടുക്കണേ അല്ലാ. ദുആ ചെയ്യോ? ദുആ ചെയ്യോ? എവിടെ ദുആ ചെയ്യാനാ? നമ്മളെന്ത് പറയും? എടാ പടച്ചോനെ, നീ അല്ലാഹുവേ എന്റെ കടയിൽ നീ കച്ചവടം തരണേ അല്ലാ, എന്റെ മുന്നിലിരിക്കുന്ന കടക്കാരനെ നീ യത്തീംഖാനയിലാക്കണേ അല്ലാ. നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആഗ്രഹം. ആരാടാ ദുആ ചെയ്യാ? ഈ ചിരിയൊക്കെ ചിന്തിക്ക്. അയൽവാസിക്ക് വേണ്ടി ദുആ ചെയ്യണ ആരുണ്ട്? എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോ, ഒരു മനുഷ്യൻ മരിച്ചു, അവനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞ അവൻ രക്ഷപ്പെട്ടു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരാൾ ജീവിച്ചിരിക്കുമ്പോ നീ വലിയ ആളാണെന്ന് പറയും, നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ വലിയ ആളാണെന്ന് എല്ലാരും പറയും, അതിലൊന്നും കാര്യമില്ല. പക്ഷെ നിന്റെ മയ്യത്ത് കാണുന്ന 40 പേര് പറയണം നീ നല്ലവനാണെന്ന്. പറഞ്ഞ നീ രക്ഷപ്പെട്ടു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേര് പറയണം? എത്ര പേര് പറയണം? 40 പേര്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ മരിച്ച് നിന്റെ വീടിനകത്ത് മയ്യത്ത് കടത്തിയിരിക്കുമ്പോ നിന്റെ വീടിന്റെ പരിസരത്തുള്ള 4 വീട്ടുകാര്, 40 പറയണ്ട, നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ വീടിന്റെ പരിസരത്തുള്ള 4 വീട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ നീ സ്വർഗത്തിലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ അയൽവാസി പറയുവോ? നമ്മുടെ അയൽവാസി പറയുവോ? എന്തു പറയും? അൽഹംദുലില്ലാ, ഒരു ഷർറൊഴിഞ്ഞു കിട്ടിയല്ലോ അല്ലാഹ്. അതാ നമ്മുടെ ജീവിതം. അതാണ് നമ്മൾ അയൽവാസികളുമായിട്ടുള്ള ബന്ധം. ഈ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം. ഇല വീണതിന്റെ പേരിൽ ബദർ യുദ്ധം നടത്തുന്ന പെണ്ണുങ്ങൾ, എടി നീ മരിക്കുന്ന സമയത്ത് നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 4 വീട്ടുകാര് പറഞ്ഞാൽ മതി നിനക്ക് സ്വർഗമാ. പറയൂല, പറയൂല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും പോലെയാ അവിടെ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത്, നീ ദുആ ചെയ്യുമ്പോൾ നിന്റെ കൂട്ടുകാരന് വേണ്ടി, നിന്റെ അയൽവാസിക്ക് വേണ്ടി, നിന്റെ സഹോദരന് വേണ്ടി നീ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 170 കോടി നന്മ കിട്ടാനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഗുഫിർ ലഹു. അല്ലാഹുമ്മ, നമ്മൾ ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്.
നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. പടച്ചവനെ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ തമ്പുരാന്, എല്ലാവരോടും കരുണ കാണിക്കണേ തമ്പുരാന്. എന്നെ മാത്രമല്ല അല്ലാ, ലോകത്തുള്ള സർവ്വ മുസ്ലിമിനെയും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാന്. ജനിച്ചവർ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവിന്റെ റസൂലൻ നബി ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആരെങ്കിലും ഈ ദുആ ചെയ്താൽ, ആരെങ്കിലും ഈ ദുആ ചെയ്താൽ ഓരോ മുസ്ലിമിന്റെയും തലയുടെ എണ്ണമനുസരിച്ച് അല്ലാഹു അവന് പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പടച്ചവനെ, മലക്കുകളുടെ ദുആ കിട്ടാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ? ദുആ ചെയ്യുമ്പോ നിന്റെ സ്വന്തം കാര്യം പറഞ്ഞാ പോരാ, ഭാര്യയുടെ കാര്യം മാത്രം പറഞ്ഞാ പോരാ, പടച്ചവനെ കച്ചവടത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാ പോരാ. നീ അയൽവാസികളെ ഓർക്കണേ, കുടുംബക്കാരെ ഓർക്കണേ, മുസ്ലിമീങ്ങളെ ഓർക്കണേ. അല്ലാഹുവേ, അവരുടെ അസാന്നിധ്യത്തില്, അവരില്ലാത്ത സമയത്ത് നീ അവർക്ക് വേണ്ടി ദുആ ചെയ്താ അല്ലാ, പടച്ചവനെ മലക്കുകളുടെ പ്രാർത്ഥന നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അൻ അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅതു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മാ മിൻ അബ്ദിൻ യുസല്ലി അലയ്യ ഇല്ലാ സ്വല്ലത്ത് അലൈഹിൽ മലായിക. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നാലാമതായി പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് പറഞ്ഞാൽ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി ഉണ്ടല്ലോ, ആ പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് പറഞ്ഞാൽ, ശഅബാ മാസമാണല്ലോ, ശഅബാ മാസമാണല്ലോ, റജബുൻ ശഹറുല്ലാഹ് വ ശഅബാനു ശഹരി. റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ അല്ലമ ശുഹറ, ആരെങ്കിലും എന്റെ മാസത്തെ ബഹുമാനിച്ചാൽ, ആരെങ്കിലും എന്റെ മാസത്തെ ആദരിച്ചാൽ, പടച്ചവനെ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഈ മാസം അല്ലാഹുവിന്റെ റസൂലിന്റെ മാസമാ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്ത് പറയണമെന്ന് അല്ലാഹു പറഞ്ഞ മാസമാ. ഈ മാസത്തിലാണ് സ്വലാത്തിന്റെ ആയത്ത് ഇറങ്ങിയത്. റസൂലുള്ളാഹിയുടെ മാസമാണ് ശഅബാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ആരാണോ സ്വലാത്ത് പറയുന്നത്, അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. ഏത് മലക്കാണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ കടന്നു വരുന്ന മലക്കാരാ, മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മുസ്ലിമേ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു സന്തോഷ വാർത്ത പറയാമെന്നതാണ് നബിയേ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവര് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ.
എനിക്കവരോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ, ഞാനവരെ മറക്കില്ല നബിയേ, ഞാനവരെ മറക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകനോട് റൂഹ് പിടിക്കുന്ന ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ, അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, ഞാനവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ നബിയേ? ഞാനവനെ വേദനിപ്പിക്കില്ല നബിയേ, അവനെ പ്രയാസപ്പെടുത്തില്ല നബിയേ. അന അഖ്ബിദു റൂഹഹു കമാ അഖ്ബിദുൽ അർവാഹുൽ അംബിയാ, അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുവോ? സ്വലാത്ത് പറയുന്ന ഉപ്പ, സ്വലാത്ത് പറയുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുവോ? കണ്ണ് തള്ളിയിട്ട് അല്ലാഹുവേ മലമൂത്ര വിസർജനം നടത്തി, വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ചു, മുഖമെല്ലാം കറുത്തു, മയ്യത്ത് കാണാൻ വരുന്നവരെ പേടിപ്പിക്കുന്ന മരണം കണ്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, എങ്ങനെയാ റൂഹ് പിടിക്കുന്നതെന്നറിയോ? യാ റസൂലല്ലാഹ്, അന അഖ്ബിദു റൂഹഹു കമാ അഖ്ബിദുൽ അർവാഹുൽ അംബിയാ. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവരുടെ റൂഹ് പിടിക്കുന്നത് പോലെ, അവരെ വേദനിപ്പിക്കാതെ പിടിച്ചതുപോലെ ഞാൻ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യന്റെ റൂഹ് പിടിക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ, പടച്ചവനെ അസ്റായിൽ നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നിന്റെ മരണവേദന റബ്ബ് കുറയ്ക്കുകയാ, നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരികയാണ്, മരണവേദന അറിയാത്തതുപോലെ നിന്റെ റൂഹ് പിടിക്കുകയാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അല്ലാഹുവേ നിന്റെ റൂഹ് പിടിക്കുകയാ. രണ്ടാമത് കടന്നു വന്ന മലക്കാരെന്നറിയോ? മഹാനായ മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയെ സ്വലാത്ത് പറയുന്നവന്, അങ്ങയുടെ പേരിലെ സ്വലാത്ത് പറയുന്നവന് എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, അവനെ ഞാൻ പരിഗണിക്കും നബിയേ, അവനെ ഞാൻ കൈവിടില്ല നബിയേ. എങ്ങനെയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന ഉപ്പ, അല്ലാഹുവിന്റെ റസൂലിനോട് മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിലൂതുമ്പോ ആ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയോ? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, അല്ലാഹ് 41 വിഭാഗത്തിൽ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കടന്നു വരുമല്ലോ. ഉടുതുണിയില്ലല്ലോ, ചെരുപ്പില്ലല്ലോ, തലയുടെ മുകളിൽ ഒരു ജാണ്, മുകളിൽ സൂര്യനാണല്ലോ, വല്ലാത്ത ചൂടാണല്ലോ. അങ്ങനെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് അതാ ജനങ്ങൾ കടന്നു വരുമ്പോ, യാ റസൂലല്ലാഹ്,
അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനുണ്ടല്ലോ, ഞാനവനെ തെരയും നബിയേ, ഞാനവനെ തെരഞ്ഞു പിടിക്കും നബിയേ. എന്തിനെന്നറിയുമോ? അനാസ്കീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കാൻ, അങ്ങയുടെ ഹൗദുൽ കൗസർ കുടിപ്പിക്കാൻ ഞാനവനെ തേടി നടക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ മലക്ക് ദുആ ചെയ്യുകയാ, നിന്നെ കൈവിടൂല. നാളെ പരലോകത്ത് വെച്ച് ഇന്നാ അഅ്തൈനാകൽ കൗസർ, പടച്ചവനെ കൗസറിനെ കുറിച്ച് അറിയുമല്ലോ. ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത ഹൗദുൽ കൗസർ, അതാണ് പടച്ചവനെ നാളെ നിനക്ക് കിട്ടുന്നത്. മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്ന നബിയെ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവന് എനിക്ക് വലിയ ഇഷ്ടമാ, നാളെ ഞാൻ ഹൗദുൽ കൗസർ അവന് കൊടുക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 3 ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്ന ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, ഞാനും അവനെ മറക്കൂല, ഞാനും അവനെ മറക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യൻ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നൊരു 10 സ്വലാത്തെങ്കിലും പറഞ്ഞു നമ്മളാരെങ്കിലും. ഈ വഅദിന് വരുന്നതിന് മുമ്പ് ഈ മാസത്തിൽ ആ സ്വലാത്തിന്റെ ആയത്തിറങ്ങിയത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ സ്വലാത്ത് പറയുന്ന മനുഷ്യൻ നാളെ പരലോകത്ത് കടന്നു വരുമ്പോ അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പ നിന്നെ തിരിഞ്ഞു നോക്കൂല, നിന്നെ നൊന്തു പ്രസവിച്ച നിന്റെ ഉമ്മ നിന്നെ പരിഗണിക്കില്ല, നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പുറപ്പോ നീ എത്ര കണ്ട് സ്നേഹിച്ചവരാണെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, നാളെ പരലോകത്ത് വെച്ചിട്ട് ഒരാളും നിന്നെ പരിഗണിക്കില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സ്വഹിബതിഹി വ ബനി. ഖുർആൻ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ഒരാളും നിന്നെ കണ്ട പരിചയം കാണിക്കൂല. അങ്ങനെ നീ അള്ളാഹുവിന്റെ മുന്നിൽ പോകുമ്പോ ഒരു മലക്ക് സുജൂദിൽ കിടക്കുകയാ. അള്ളാഹുവിന്റെ മുന്നിൽ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സുജൂദിൽ കിടക്കുകയാ. അള്ളാഹു പറയും, എഴുന്നേക്ക് ഇസ്രാഫീലെ. ഇല്ല അല്ലാഹ്, ഞാൻ എഴുന്നേക്കില്ല പടച്ചവനെ. നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്? നബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഈ മനുഷ്യന് പുറത്തു കൊടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല. അള്ളാഹുവിന്റെ മുന്നിൽ സത്യാഗ്രഹം കിടന്നിട്ട് നിനക്ക് രക്ഷപ്പെടുത്തും, നിന്നെ രക്ഷപ്പെടുത്തും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ മക്കൾ എന്തോ പറയും? അള്ളാഹ് വാപ്പാടെ നന്മയെടുത്ത് എനിക്കിതാ, എന്റെ പാപം വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നരകത്തിയേറി. മക്കള് പറയും, പടച്ചോനെ എന്നെ നശിപ്പിച്ചത് എൻ്റെ ഉമ്മയാ, എൻ്റെ വാപ്പയാ, എനിക്ക് തരുന്നതിൻ്റെ ഇരട്ടി ശിക്ഷ ഇവർക്ക് കൊടുക്കണം അല്ലാഹ്. ഈ ദിവസത്തിൽ ഒരു മലക്ക് അല്ലാഹുടെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് നിനക്ക് സ്വർഗം വാങ്ങിത്തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4 മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, സ്വലാത്ത് പറയുന്നവനെ എനിക്ക് വലിയ ഇഷ്ടമാ, സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. നാളെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു പാലമുണ്ട്, സിറാത്ത്. ഈ സിറാത്തിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് ഒരാൾക്കും പോകാൻ കഴിയില്ല. ഈ സിറാത്തിന്റെ മുകളിലൂടെയല്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അത് നരകത്തിന്റെ മുകളിലാ. അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വല്ലാത്ത മൂർച്ചയുള്ള, വല്ലാത്ത നേർമയായ, വഴുവഴുപ്പുള്ള, ഇരുളു മൂടിയ ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ വേണം ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകാൻ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവൻ ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുന്നിൽ വന്നാൽ അന ആഹിദം ബിയദിഹി
വയമുറു അല സിറാത്ത്, ഞാൻ അവന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആര് സ്വലാത്ത് പറയുന്നുണ്ടോ ആ സ്വലാത്ത് പറയുന്നവന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അർഹമർ റഹീമായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, പടച്ച റബ്ബേ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. മുത്തുനബിയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അപ്പൊ 4ാമത്തെ വിഭാഗം, മലക്കുകളുടെ ദുആ കിട്ടുന്ന 4ാമത്തെ വിഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആര് സ്വലാത്ത് പറയുന്നുണ്ടോ അവന് മലക്കുകളുടെ ദുആ കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 5 ഒരെണ്ണം കൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. സമയം 11 മണി കഴിഞ്ഞു. ഞാൻ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ തന്നെ 11 മണി കഴിഞ്ഞു. എന്തു വേണം? ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്തു വേണം? ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. ബക്കറ്റ് എടുത്തേ, ബക്കറ്റ് എടുക്ക. എല്ലാവരും ഇന്ന് പോക്കറ്റിൽ കൈയിടടോ. അസ്സദഖത്തു റദ്ദുൽ ബലായ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. സദക്ക വിപത്തിനെ തട്ടിമാറ്റും. പൈസ കൊടുക്കുന്നത് കൊണ്ട് നിനക്കാ നേട്ടം, അല്ലാതെ അള്ളാഹ്ക്ക് നേട്ടമൊന്നുമില്ല.